ഹായ് മക്കളെ, 7ാം ക്ലാസ്സിലെ എല്ലാ മക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 7ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിൻ്റെ ഓണം എക്സാം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇതിലുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് എന്ന് നമുക്ക് നോക്കാം. കൂടാതെ ക്വസ്റ്റ്യൻ പേപ്പർ ഇവാലുവേറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, ഇന്ന് നടന്ന അടിസ്ഥാന പാഠാവലിയിലെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസർ ക്യൂം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ പോയിട്ട് കാണുക. ഒന്നാമത്തെ ആക്ടിവിറ്റിയിലേക്ക് കിടക്കാം. റീഡിംഗ് കോംപ്രിഹെൻഷൻ ആണ്. എല്ലാ തവണയും ഇംഗ്ലീഷിൽ, അതുപോലെ തന്നെ കേരള പാഠാവലി, അടിസ്ഥാന പാഠാവലി, ഇതിലെല്ലാം വരാറുള്ളത് റീഡിംഗ് കോംപ്രിഹെൻഷൻ എന്നുള്ള സെക്ഷൻ തന്നെയാണ്. ഒന്നുകിൽ പാരഗ്രാഫ് തരും, അല്ല എന്നുണ്ടെങ്കിൽ വല്ല പോം തരും. അതുമായി ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഇവിടെ നമുക്കൊരു പാരഗ്രാഫാണ്. റീഡ് ദ പാരഗ്രാഫ് ക്ലിയർലി ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് എന്നുള്ളതാണ് ഒന്നാമതായിട്ട് വരുന്നത്. വൺസ് അപ്പോൺ എ ടൈം ഇൻ എ സ്മോൾ വില്ലേജ് ദർ ലിവ്ഡ് എ വൈസ് ഓൾഡ് മാൻ. പണ്ട് കാലത്ത് ഒരിടത്ത് ഒരു ചെറിയ വില്ലേജിൽ ഒരു ബുദ്ധിമാനായ ഒരു പ്രായമുള്ള ഒരാൾ ഉണ്ടായിരുന്നു. Then people from near and far came to him and advised because he was known for his wisdom and kindness. അപ്പോൾ അവിടെയുള്ള ആളുകളും അതുപോലെ തന്നെ ദൂരെയുള്ള ആളുകളൊക്കെ വന്നിട്ട് ഇയാളുടെ അടുത്ത് നിന്ന് ഉപദേശങ്ങളൊക്കെ സ്വീകരിക്കാറുണ്ട്. കാരണം ഇയാൾ വളരെ കൈൻഡായിട്ടും വളരെ ബുദ്ധിമാനുമായതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. വൺ ഡേ യങ് ബോയ് അപ്രോച്ച്ഡ് ഹിം ആൻഡ് സെയ്ഡ്. ഒരു ദിവസം ഒരു ചെറുപ്പക്കാരനായ ഒരു ബോയ് വന്നിട്ട് പറഞ്ഞു, സർ ഐ ഫീൽ സോ അൺഹാപ്പി. എനിക്ക് വളരെയധികം സന്തോഷമില്ലായ്മ ഫീൽ ചെയ്യുന്നുണ്ട്. എവ്രി വൺ സീം സ്മാർട്ടർ ആൻഡ് സ്ട്രോങ്ങർ ദാൻ മീ. എല്ലാവരും എന്നെക്കാളും സ്മാർട്ടും അതുപോലെ തന്നെ സ്ട്രോങ്ങും ആയിട്ടാണ് കാണപ്പെടുന്നത്. ഐ ക്യാൻ ഡു എനിത്തിങ് വെൽ. എനിക്ക് ഒന്നും നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. ദ ഓൾഡ് മാൻ സ്മൈൽഡ് ആൻഡ് ഗേവ് ദ ബോയ് എ സ്മോൾ സീഡ്. അപ്പോൾ ആ ഒരു ഓൾഡ് മാൻ എന്ത് ചെയ്തു? ചിരിച്ചുകൊണ്ട് ഒരു സീഡ് അവൻ്റെ കയ്യിൽ കൊടുത്തു. ഈ സൈഡ് പ്ലാൻ ദിസ് സീഡ്. എന്നിട്ട് പറഞ്ഞു, നീ ഈ സീഡ് പ്ലാന്റ് ചെയ്യും. വാട്ടർ ഇറ്റ് ഡെയിലി. എന്നിട്ട് എല്ലാ ദിവസവും അതിന് വെള്ളം ഒഴിക്കണം. ആൻഡ് കം ബാക്ക് ആഫ്റ്റർ 1 year. എന്നിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ട് നീ വീണ്ടും വായോ എന്ന് പറയാണ്. ദ ബോയ് ഡിഡ് ആസ് ഇൻസ്ട്രക്റ്റഡ്. അപ്പോൾ ബോയ് എന്ത് ചെയ്തു? ഈ ഓൾഡ് മാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ പോയിട്ട് ചെയ്തു. ആഫ്റ്റർ 1 year ഹി റിട്ടേൺ വിത്ത് എ ടോൾ ട്രീ ആൻഡ് ഹാഡ് ഗ്രോൺ ഫ്രം ദ സീഡ്. അപ്പോൾ ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഒരു വലിയ മരവുമായിട്ട്, ഈ സീഡിൽ നിന്നും ഉണ്ടായ വലിയൊരു മരവുമായിട്ട് അദ്ദേഹം തിരിച്ചു വരികയാണ്. ദ ഓൾഡ് മാൻ സെയ്ഡ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, സീ ഹൗ ദിസ് ട്രീ ഗ്രൂ സ്ട്രോങ് ആൻഡ് ടോൾ. നീ നോക്ക്, ഈ ഒരു മരം എത്രത്തോളം സ്ട്രോങ് ആണ്, എത്രത്തോളം ടോൾ, എത്രത്തോളം നീളമുള്ളതാണെന്ന് നീ നോക്ക്. ഇറ്റ് ഡിഡ് നോട്ട് കമ്പയർ ഇറ്റ് സെൽഫ് വിത്ത് അതേഴ്സ് ട്രീ. നീ ഒരിക്കലും മറ്റുള്ളവരുടെ ട്രീയുമായിട്ട് ഇതിനെ കമ്പയർ ചെയ്യരുത്. ഇറ്റ് സിംപിളി ഡിഡ് ഇറ്റ്സ് ബെസ്റ്റ് എവറി ഡേ. അതെല്ലാ ദിവസവും അതിൻ്റെ ബെസ്റ്റാണ് ചെയ്യുന്നത്. ദെൻ ഇൻ ദ സെയിം വേ, ഈ ഒരു സെയിം ഇതിൽ തന്നെ, ഇഫ് യു സ്റ്റോപ്പ് കമ്പയറിങ് യുവർ സെൽഫ് വിത്ത് അതേഴ്സ് ആൻഡ് ഫോക്കസ് ഓൺ യുവർ ഗ്രോത്ത് യു ടു ബിക്കം സ്ട്രോങ് ആൻഡ് സക്സസ്ഫുൾ. അപ്പോൾ നീ ഒരിക്കലും മറ്റുള്ളവരുമായിട്ട് നിന്നെ കമ്പയർ ചെയ്യാതെ നീ നിൻ്റെ കാര്യത്തിൽ ഫോക്കസ് ചെയ്യുക, നിൻ്റെ ഗ്രോത്തിൽ ഫോക്കസ് ചെയ്യുക. അപ്പോൾ നീ സ്ട്രോങ്ങും സക്സസ്ഫുള്ളുമായി മാറും എന്നാണ് പറയുന്നത്. ദ ബോയ് അണ്ടർസ്റ്റുഡ് ദ ലെസൺ ആൻഡ് വാക്ക്ഡ് അവേ വിത്ത് എ ഹാപ്പി ഹാർട്ട്. അപ്പോൾ ബോയ്ക്ക് ഇപ്പോൾ മനസ്സിലായി എന്താണ് സംഭവം എന്നുള്ളത്. അവൻ സന്തോഷത്തോടു കൂടിയിട്ടുള്ള ഹൃദയവുമായിട്ട് മടങ്ങിപ്പോയി എന്നാണ് പറയുന്നത്. ഇതാണ് തന്നിട്ടുള്ള പാരഗ്രാഫ്. ഇനിയുടെ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ ലീവ്ഡ് ഇൻ ദ സ്മോൾ വില്ലേജ്. ആ ചെറിയ വില്ലേജിൽ ആരാണ് താമസിക്കുന്നത്? ആരാണ്? എ വൈസ്ഡ് ഓൾഡ് മാൻ ലീവ്ഡ് ഇൻ ദ സ്മോൾ വില്ലേജ്. ആ സ്മോൾ വില്ലേജിലാണ് ബുദ്ധിമാനായ ഒരു പ്രായമുള്ള ഒരാൾ താമസിക്കുന്നത്. ഇനി ഇതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. വൈ വാസ് ദ ബോയ് അൺഹാപ്പി. എന്തുകൊണ്ടാണ് ആ ഒരു ബോയ് സന്തോഷമല്ലാത്ത അവസ്ഥയിലുണ്ടായിരുന്നത്? ദ ബോയ് വാസ് അൺഹാപ്പി ബിക്കോസ് ദ തോട്ട് അതേഴ്സ് വേർ സ്മാർട്ടർ ആൻഡ് സ്ട്രോങ്ങർ ദാൻ ഹിം. കാരണം മറ്റുള്ളവന് അവനേക്കാൾ സ്ട്രോങ്ങും സ്മാർട്ടുമാണ് എന്നുള്ള കമ്പാരിസൺ കൊണ്ടാണ് അവന് അങ്ങനെ ആയിട്ട് മാറിയിട്ടുള്ളത്. ഇനി മൂന്നാമത്തത്, വാട്ട് ഡിഡ് ദ ഓൾഡ് മാൻ ഗീവ് ടു ദ ബോയ്. എന്താണ് ആ ഓൾഡ് മാന് ബോയ്ക്ക് നൽകിയിട്ടുണ്ടായിരുന്നത്? ദ ഓൾഡ് മാൻ ഗേവ് ദ ബോയ് എ സ്മോൾ സീഡ്. ഒരു ചെറിയ വിത്തായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഫോർത്ത് ക്വസ്റ്റ്യൻ, വാട്ട് ഗ്രൂ ഫ്രം ദ സീഡ് ആഫ്റ്റർ 1 year. ഒരു വർഷം കഴിഞ്ഞപ്പോൾ എന്താണ് ആ സീഡിന് സംഭവിച്ചത്? എ ടോൾ ട്രീ ഗ്രൂ ഫ്രം ദ സീഡ് ആഫ്റ്റർ 1 year. ആ ഒരു സീഡിൽ നിന്നും ഒരു വലിയ മരമാണ് ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഫിഫ്ത്ത് വൺ, വാട്ട് ലെസൺ ഡിഡ് ദ ഓൾഡ് മാൻ ടീച്ച് ദ ബോയ്. ഈ ഓൾഡ് മാൻ എന്താണ് ആ ബോയിനെ ഇതിൽ നിന്നും പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്? ഹി ടോൾഡ് ദാറ്റ് വൺ ഷുഡ് നോട്ട് കമ്പയർ വിത്ത് അതേഴ്സ് ബട്ട് ഫോക്കസ് ഓൺ പേഴ്സണൽ ഗ്രോത്ത്. എന്താണ്? നീ ഒരിക്കലും മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യരുത്, നിൻ്റെ പേഴ്സണൽ ഗ്രോത്തിലെയാണ് നീ ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു വലിയ ലെസൺ ആയിരുന്നു പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി സെക്കൻഡ് ആക്ടിവിറ്റി നോക്കാം. ഒരു കോൺവെർസേഷൻ ആണ്. റിക്കി ടെൽസ് ഹിസ് ബെസ്റ്റ് ഫ്രണ്ട് റോബിൻ അബൌട്ട് ദ റോബോട്ട് ദാറ്റ് ഈസ് ഫാദർ ബ്രോട്ട്. അപ്പോൾ നമ്മുടെ റിക്കിയുടെ ഫ്രണ്ട് ആയിട്ടുള്ള റോബിൻ്റെ അടുത്ത് പറയാണ് ഫാദർ വാങ്ങിച്ചിട്ടുള്ള ആ ഒരു ബട്ട്ലർ റോബോട്ടിനെ കുറിച്ചിട്ട്. റൈറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദം. അപ്പോൾ അവർ തമ്മിലുള്ള കോൺവെർസേഷനാണ് നമ്മളിവിടെ എഴുതേണ്ടത്.
എഴുതേണ്ടത്. അപ്പോൾ എന്തൊക്കെയാണ് റിക്കി പറയാണ്, ഹേ യു വോണ്ട് ബിലീവ് ദാറ്റ് ദ റോബോട്ട് ഡിഡ് ഇൻ ദ ഹോം ബ്രോട്ട് മൈ ഫാദർ. നിനക്കറിയോ, നീ വിശ്വസിക്കുമെന്ന് അറിയില്ല, എൻ്റെ ഫാദർ ഒരു റോബോട്ടിനെ വാങ്ങിച്ചിട്ടുണ്ട് എന്ന് പറയാണ്. റോബിൻ എന്താ പറയുന്നത്, ഈസ് ഇറ്റ്, ശരിയാണോ എന്ന് ചോദിക്കുകയാണ്. റിക്കി, ഹി ഡിഡ് എവറി ഹൗസ് ഹോൾഡ് ചോഴ്സ്, അത് വീട്ടിലെ എല്ലാ കാര്യങ്ങളും അത് ചെയ്യും. Then I was very careless about my belongings, through the things here and there. ഞാൻ എൻ്റെ സാധനങ്ങളിലൊന്നും വളരെ കെയർലെസ് ആയിരുന്നു. എല്ലാ സാധനങ്ങളും അവിടെ ഇവിടെയൊക്കെ വലിച്ചിടൊക്കെ ചെയ്യുമായിരുന്നു. ബട്ട് ഐ വണ്ടർ വെൻ ഐ സീ ദ റോബോട്ട് ക്ലീൻഡ് മൈ റൂം. പക്ഷേ ഞാൻ വളരെ അത്ഭുതപ്പെട്ടു പോയി ആ റോബോട്ട് എൻ്റെ റൂമൊക്കെ ക്ലീൻ ചെയ്യുന്നത് കണ്ടപ്പോൾ. വാട്ട് ഐ വണ്ടർഫുൾ ഡിവൈസ്, അതെന്തൊരു അത്ഭുതകരമായിട്ടുള്ള ഡിവൈസ് ആണെന്ന് ചോദിക്കുകയാണ്. റിക്കി, അബ്സല്യൂട്ട്ലി നോട്ട്, ഇറ്റ് ഈസ് നോട്ട് പ്രോഗ്രാംഡ് വെൽ. ശരിക്കും അത് നല്ല രീതിയിലാണ് പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് അല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ റോബിന് പറയാണ്, വാട്ട് യു മീൻ മിസ് പ്രോഗ്രാംഡ്, വാട്ട് ഹാപ്പൻ. അപ്പോൾ അല്ല, അത് എന്തോ ഒരു മിസ് പ്രോഗ്രാം അതിനുണ്ടെന്ന്, എന്താണ് പറ്റിയത് എന്ന് ചോദിക്കുകയാണ്. റിക്കി പറയാണ്, ഐ നോട്ടീസ് ദ റോബോട്ട് സ്റ്റോൾ മൈ ക്ലോത്ത്സ്. റോബോട്ട് എൻ്റെ ക്ലോത്ത്സ് ഒക്കെ കട്ടുകൊണ്ട് പോകുന്നുണ്ട് എന്നുള്ളത് ഞാൻ നോട്ടീസ് ചെയ്തിട്ടുണ്ട്. ബട്ട് മൈ ഫാദർ ഡിസഗ്രീ ടു ഗെറ്റ് റൈഡ് ഓഫ് ദ റോബോട്ട്. പക്ഷേ ഫാദർ പറയുന്നത്, നീ പറയുന്നത് ശരിയല്ല എന്നാണ് ഫാദർ പറയുന്നത്. ബട്ട് ഫൈനലി ഐ അണ്ടർസ്റ്റുഡ് ദ റോബോട്ട് ഈസ് പ്രോഗ്രാംഡ് മാക്സിമം എഫിഷ്യൻ്റ്ലി. പക്ഷേ ലാസ്റ്റ് എനിക്ക് മനസ്സിലായി എന്താണ് റോബോട്ട് മാക്സിമം എഫിഷ്യൻ്റ് ആയിട്ടാണ് പ്രോഗ്രാം ചെയ്തിട്ടുള്ളത് എന്ന് ലാസ്റ്റ് എനിക്ക് മനസ്സിലായി. റോബിൻ, ഹോ വണ്ടർഫുൾ. റിക്കി, ലൈക്ക് ദ റോബോട്ട് ഐ വിൽ ബി ദ മാക്സിമം എഫിഷ്യൻറ്റ് ബോയ്. ഞാനും ആ റോബോട്ടിൻ്റെ പോലെ മാക്സിമം എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ബോയ് ആയി മാറുമെന്ന് പറയാണ്. റോബിൻ, മീ ടു, ഞാനും എന്ന് പറയാണ്. ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റിയാണ് നോക്കാനുള്ളത്. മൂന്നാമത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത്, ദ ഗേൾ കണ്ടിന്യൂ ടു റിസീവ് ലെറ്റേഴ്സ് ഫ്രം ദ ഡോളിൽ നിന്നും ലെറ്റേഴ്സ് കിട്ടുന്നത് വീണ്ടും ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. ഷീ റോട്ട് അബൌട്ട് ദ അഡ്വഞ്ചർ ഇൻ ഡീറ്റെയിൽ. എന്താണ് ആ അഡ്വഞ്ചറൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എഴുതുകയാണ്. ദ ലെറ്റേഴ്സ് ഡിലൈറ്റഡ് ദ ഗേൾ. ആ ലെറ്റർ കിട്ടും തോറും കുട്ടിക്ക് വളരെയധികം സന്തോഷവും തോന്നി. ദിസ് വെൻറ്റ് ഓൺ ഫോർ സം ടൈം. അത് കുറച്ചു കാലം അങ്ങനെ പോയി. ആഫ്റ്റർ റീഡിങ് ദ ലെറ്റേഴ്സ് ഫ്രം ദ ഡോൾ ദ ഗേൾ വാസ് ഈഗർ ടു സീ ഹെർ. അങ്ങനെ ഈ ലെറ്റേഴ്സൊക്കെ വായിച്ചു കഴിഞ്ഞപ്പോൾ പെൺകുട്ടിക്ക് എന്ത് വേണം, ആ ഡോളിനെ അധികമായിട്ട് കാണണം എന്ന് തോന്നുകയാണ്. ഷീ വെയിറ്റഡ് ആൻഡ് വെയിറ്റഡ്. അങ്ങനെ വീണ്ടും വീണ്ടും വെയിറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. ബട്ട് ദ ഡോൾ ഡിഡിൻ ടേൺ അപ്പ്. പക്ഷേ ഡോൾ എന്താണ് വീണ്ടും വന്നില്ല. സോ ഷീ ഡിസൈഡഡ് പുട്ട് ഹെർ തോട്ട്സ് ആൻഡ് ഇമോഷൻസ് ഇൻ ഹെർ ഡയറി. അപ്പോൾ അവളുടെ ചിന്തകളും മറ്റുമൊക്കെ ഡയറി ആയിട്ട് എഴുതാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. റൈറ്റ് ദ ഡയറി എൻട്രി ഓഫ് ദ ഗേൾ. അപ്പോൾ ആ ഗേളിൻ്റെ ഡയറി എൻട്രിയാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ആദ്യം ഡയറി എഴുതുമ്പോൾ ഡേറ്റ് ഉണ്ടായിരിക്കണം, ഡേയും ഉണ്ടായിരിക്കണം. ടുഡേ വാസ് ഫുൾ ഓഫ് എക്സൈറ്റ്മെൻറ്റ് ആൻഡ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് ഡിസപ്പോയിൻമെൻറ്റ്. ഇന്ന് വളരെയധികം എക്സൈറ്റഡ് ആയിട്ടുള്ള ദിവസമാണ്, കൂടാതെ കുറച്ച് നിരാശയുമുണ്ട്. ഇറ്റ് ഓൾ സ്റ്റാർട്ടഡ് വെൻ ഐ ഗെറ്റ് ലെറ്റർ ഫ്രം മൈ ഡോൾ. ഇതെല്ലാത്തിനും കാരണം എൻ്റെ ഡോളിൽ നിന്നും കിട്ടുന്ന ആ ലെറ്റർ തന്നെയാണ്. ഷീ ഓൾവേസ് റൈറ്റ്സ് അബൌട്ട് ഹെർ അമേസിങ് അഡ്വഞ്ചേഴ്സ് ആൻഡ് റീഡിങ് ഹെർ ലെറ്റേഴ്സ് മേക്സ് മീ സോ ഹാപ്പി. എപ്പോഴും അവളുടെ അഡ്വഞ്ചർ ആയിട്ടുള്ള ട്രിപ്പിനെ കുറിച്ചിട്ടും കാര്യങ്ങളൊക്കെ എഴുതാറുണ്ട്. ഓരോ ലെറ്ററും എനിക്ക് വളരെയധികം സന്തോഷം, ഹാപ്പി ഉണ്ടാക്കാറാണ്. ഷീ ഈസ് ഓൺ എ ട്രിപ്പ് അറൗണ്ട് ദ വേൾഡ്. അവളിപ്പോൾ ഈ വേൾഡിലെ തന്നെ ഒരു ട്രിപ്പിലാണ് ഉള്ളത്. ഐ തിങ്ക് അൺലൈക്ക് മീ ഷീ ഈസ് റിയലി ലക്കി ടു ഹാവ് സച്ച് എക്സ്പീരിയൻസസ്. അവൾ എന്നെപ്പോലെയല്ല, അവൾ വളരെ ഭാഗ്യവതിയാണ്, അവൾക്ക് ഇതുപോലെയുള്ള എക്സ്പീരിയൻസ് ഒക്കെ കിട്ടി. ഈവൻ അഡ്മിസ്റ്റ് ദിസ് ഹാപ്പിനെസ് ഓഫ് നോയിങ് അബൌട്ട് ഹെർ ഐ കാൺട്ട് ഹൈഡ് മൈ ഈഗർ ടു സീ ഹെർ. പക്ഷെ എന്താണ്, ഇതൊക്കെ ശരിയാണെങ്കിൽ പോലും എനിക്ക് അവളെ കാണാതിരിക്കാൻ വേണ്ടി പറ്റുന്നില്ല. ഡസൻ ഷീ നോ ദാറ്റ് ഐ ആം വെയിറ്റിംഗ് ഫോർ ഹിർ. ശരിക്കും അവൾക്ക് അറിയില്ല ഞാൻ അവളെ വെയിറ്റ് ചെയ്യുകയാണ് എന്നുള്ളത്. ഷീ ഈസ് ദ ഓൺലി ബെസ്റ്റ് ഫ്രണ്ട് ഫോർ മീ. ശരിക്കും അവളാണ് എനിക്കുള്ള ആ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത്. വിത്ത് ഹും ഐ ഷെയർ മൈ ഫീലിങ്സ്. അവളുമായിട്ടാണ് ഞാൻ എൻ്റെ ഫീലിങ്സ് ഒക്കെ ഷെയർ ചെയ്യാറുള്ളത്. നൗ ഹെർ ആബ്സെൻസ് മേക്സ് മീ ഡിപ്രസ്ഡ്. ശരിക്കും അവളുടെ ഒരു ആബ്സെൻസ്, അവളുടെ ആ ഒരു ഇതില്ലായ്മ എന്നെ ഡിപ്രസ് ആക്കുന്നുണ്ട്. ഐ നോ ദാറ്റ് ഷീ വിൽ ഓൾസോ ഫീൽ ദ സെയിം ആൻഡ് കം ബാക്ക് സൂൺ. എനിക്ക് തോന്നുന്നത് അവൾക്കും എന്നെപ്പോലെ സെയിം ഈ ഫീലിങ്സ് ഉണ്ടായിരിക്കും, അതുകൊണ്ട് അവൾ വേഗം തന്നെ തിരിച്ചു വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറയാണ്. നെക്സ്റ്റ് വൺ ആക്ടിവിറ്റി നമ്പർ 4 ആണ്. യുവർ സ്കൂൾ ഈസ് ഗോയിങ് ടു ഓർഗനൈസ് സയൻസ് എക്സിബിഷൻ നെക്സ്റ്റ് വീക്ക്. നിങ്ങളുടെ സ്കൂൾ ഒരു സയൻസ് എക്സിബിഷൻ സംഘടിപ്പിക്കുകയാണ്. ആസ് എ സെക്രട്ടറി ഓഫ് ദ സയൻസ് ക്ലബ് പ്രിപ്പയർ എ നോട്ടീസ് ഇൻവൈറ്റിംഗ് സ്റ്റുഡൻസ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ഇവൻറ്റ്സ്. അപ്പോൾ ആ ഇവൻറ്റ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സയൻസ് ക്ലബിൻ്റെ സെക്രട്ടറി എന്നുള്ള നിലയിൽ എന്ത് ചെയ്യണം, ഒരു ഇൻവിറ്റേഷൻ തയ്യാറാക്കണം. ഇൻവിറ്റേഷൻ എഴുതുമ്പോൾ സ്കൂളിൻ്റെ പേര് എഴുതുക, ABC പബ്ലിക് സ്കൂൾ കൊച്ചി നോട്ടീസ് എന്ന് നോട്ടീസ് ഒന്ന് വലിയ ഇതാക്കിയിട്ട് കൊടുക്കുക. ഡേറ്റ് 18th August 2025 സയൻസ് എക്സിബിഷൻ. ദ സയൻസ് ക്ലബ് ഓഫ് അവർ സ്കൂൾ ഈസ് ഓർഗനൈസിങ് എ സയൻസ് എക്സിബിഷൻ ഓൺ 25th August 2025 ഇൻ ദ സ്കൂൾ ഓഡിറ്റോറിയം. അപ്പോൾ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് August 25, 2025 സയൻസ് എക്സിബിഷൻ നടക്കുന്നുണ്ട്. ദ എക്സിബിഷൻ വിൽ ബി ഓപ്പൺ ഫ്രം 10 AM to 3 PM. അപ്പോൾ 10 മണി മുതൽ 3 മണി വരെയാണ് എക്സിബിഷൻ ഓപ്പൺ ആയിരിക്കുക.
സ്റ്റുഡൻസ് ഹു വിഷ് ടു പ്രസൻറ്റ് ദെയർ പ്രൊജക്റ്റ് ഓർ മോഡൽസ് ഷുഡ് ഗീവ് ദെയർ നെയിംസ് ടു ദ അണ്ടർസൈൻഡ് ബൈ 21 ഓഗസ്റ്റ് 2025. അപ്പോൾ ആരൊക്കെയാണ് ഇതിൽ പങ്കെടുക്കുന്നത്? അവരുടെ മോഡൽസും പ്രൊജക്റ്റും ഒക്കെ ഓഗസ്റ്റ് 21 മുമ്പായിട്ട് എന്ത് ചെയ്യണം? പേരെഴുതി സൈൻ ചെയ്തിട്ട് ഏൽപ്പിക്കണം എന്നാണ് പറയുന്നത്. ഓൾ ആർ ഇൻവൈറ്റഡ് ടു വിസിറ്റ് ദ എൻകറേജ് ഓർ ബഡിങ് സയൻറ്റിസ്റ്റ്. അപ്പോൾ എല്ലാവരും വന്നിട്ട് ഇവരെ എൻകറേജ് ചെയ്യുകയും വിസിറ്റ് ചെയ്യുകയൊക്കെ വേണം എന്നാണ് പറയുന്നത്. പിന്നെ സിഗ്നേച്ചർ അനിത ആർ, സെക്രട്ടറി സയൻസ് ക്ലബ്ബ് എന്ന് കൊടുക്കാം. ഇനി അടുത്ത ആക്ടിവിറ്റിയാണ് ലാസ്റ്റ് ആക്ടിവിറ്റി, 5th ആണ്. എഡിറ്റ് ദ പാസേജ് ഗിവൺ ബിലോ. താഴെ ഒരു പാസേജ് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് എഡിറ്റ് ചെയ്യണം. റീഡ് ദ പാസേജ് ബിലോ. താഴെയുള്ള പാസേജ് വായിക്കുക. സം വേർഡ്സ് ആർ ഇൻകറക്റ്റ്. ചില വേർഡ്സ് ഇതിൽ ഇൻകറക്റ്റ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇത് ഇൻകറക്റ്റ് വേർഡ്സ് ആർ ബോൾഡഡ്. ആ ഇൻകറക്റ്റ് വേർഡ്സ് എന്താണ്? ബോൾഡ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. റൈറ്റ് ദ കറക്റ്റ് വേർഡ്സ് അഗെയിൻസ്റ്റ് ഗിവൺ ബ്ലാങ്ക്സ്. അപ്പോൾ ആ ബ്ലാങ്ക്സിൽ നിങ്ങൾ കറക്റ്റ് വേർഡ്സ് എഴുതി കൊടുക്കണം. ഇറ്റ് വാസ് എ കോൾഡ് വിൻ്റർ മോർണിംഗ്. ദ ചിൽഡ്രൻസ് വേർ പ്ലേയിങ് ഇൻ ദ പാർക്ക്. അവിടെ ചിൽഡ്രൻസ് എന്ന് പറയുന്നത് എന്തിനാണ്? ചിൽഡ്രൻ എന്ന് പറയുന്നത് തന്നെ പ്ലൂറലാണ്. അപ്പോൾ അവിടെ എസിൻ്റെ ആവശ്യമില്ല. ദെൻ വേർ പ്ലേയിങ് ഇൻ ദ പാർക്ക്. അവിടെ എ ഓൾഡ് മാൻ എന്നുള്ളതാണ്. എ ഓൾഡ് മാൻ അല്ല, ഓ എന്ന് പറയുന്നത് വൊവൽ സൗണ്ട് ആണ്. സോ ആൻ ഓൾഡ് മാൻ എന്നായിട്ട് മാറ്റണം. നെക്സ്റ്റ് വൺ കം ആൻഡ് സാറ്റ് എന്നാണ്. അവിടെ കം എന്നല്ല, അത് പാസ്റ്റ് ടെൻസ് ആണ്. സോ കെയിം എന്ന് കൊടുക്കുക. കെയിം ആൻഡ് സാറ്റ് ഓൺ ദ ബെഞ്ച്. ഹി ഹാവ് ദ വാം ഷോൾ അറൗണ്ട് ഹിം എന്നാണ്. ഹി ഹാവ് അല്ല, ഹി ഹാഡ് എന്നാണ് വരേണ്ടത്. ദ സൺ ഷൈൻഡ് ബ്രൈറ്റ്ലി ആഫ്റ്റർ സം ടൈം. സൺ ഷോൺ എന്നാണ് വരേണ്ടത്. ഓക്കെ, ഇത്രയുമാണ് ഇതിൽ എഡിറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ ഒരു സെക്ഷൻ എഡിറ്റിംഗ് സെക്ഷനും വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കൂട്ടുകാർ നന്നായിട്ട് പഠിക്കുക. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ റെഫർ ചെയ്യുക. നല്ല മാർക്കിന് സ്കോർ ചെയ്യാൻ വേണ്ടി കഴിയട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.